ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി കുടുത മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ മീൻ കട്ട് ചെയ്തിട്ടാണ് വാങ്ങിച്ചേക്കുന്നത്. അത് നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി വെക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, കുറച്ചധികം ചെറിയുള്ളി തൊലി കളഞ്ഞ് ചതച്ചെടുത്തത്, 2 തക്കാളി നീളത്തിലരിഞ്ഞത്. ഇനി നമുക്ക് പൊടികളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി കുറച്ചധികം ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിക്ക് നല്ല റെഡ് കളർ വേണമല്ലോ. ഈ 3 പൊടികളും കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. പേസ്റ്റ് പോലെ ആവുന്നവരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. അടുത്തതായിട്ട് മീൻകറിക്ക് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുടപ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം ഈ പുളിയൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യം നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പും വെളിച്ചെണ്ണയുമാണ്. അപ്പോൾ നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അതിനുശേഷം കറി വയ്ക്കാനുള്ള പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ ഇനി നമുക്കതിലേക്ക് ഒരു കുഞ്ഞ് ടീസ്പൂണോളം ഉലുവ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് 2 ടീസ്പൂണോളം കടുകും കൂടെ ചേർത്ത് കൊടുക്കുക. കടുക് നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്കതിലേക്ക് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുത്ത് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചക്കുത്ത് മാറുന്നവരെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പിലയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് കളറൊന്നും മാറാതെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളി തൊലി കളഞ്ഞ് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നതും കൂടെ ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി എത്രത്തോളം എടുക്കാൻ പറ്റുമോ അത്രയും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ കറിക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പറ്റാവുന്ന അത്രയും ചെറിയുള്ളി എടുത്തിട്ട് തൊലി കളഞ്ഞ് ചതച്ച് ചേർത്ത് കൊടുക്കുക. ഉള്ളി ഒന്ന് വഴറ്റി വന്ന് കഴിയുമ്പോൾ ഇനി നമുക്കിതിലേക്ക് 2 വലിയ തക്കാളി നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് തക്കാളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ കറിയിലേക്ക് നമ്മൾ നാളികേരത്തിൻ്റെ അരപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റും ആയിരിക്കും. അങ്ങനെ നമ്മുടെ തക്കാളി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചുണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ബൗളിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തീ ഒന്നൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതുവരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ ഇനി നമുക്കതിലേക്ക് നമ്മുടെ കുടപ്പുളിയുടെ ആ വെള്ളവും ഈ കുടപ്പുളിയും കൂടെ അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഈ കറിക്ക് കുറച്ച് പുളി മുകളിലേക്ക് നിൽക്കുന്നത് തന്നെയാണ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ പുളിക്കനുസരിച്ച് നമ്മുടെ പുളിയുടെ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും ഈ ഉപ്പ് എല്ലായിടത്തും എത്തുന്ന പോലെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ പുളിവെള്ളം ഒന്ന് നല്ലപോലെ തിളച്ച് കിട്ടണം. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പുളിവെള്ളം ഒരു 2-3 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും നല്ലപോലെ തിളച്ച് വന്ന് തുടങ്ങും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത വെള്ളം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് ആ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി ഒന്ന് കുറുകി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മീൻ കൂടെ ചേർത്ത് കൊടുക്കാം. മീൻ വേവാനുള്ള ആ ഒരു സമയം മാത്രമാണ് കേട്ടോ ഇതിന് ആവശ്യമുള്ളൂ. ആ ഒരു സമയം എത്തുമ്പോഴേ നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മീൻ കഷ്ണങ്ങൾ മൊത്തം ഞാൻ നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തിളച്ച് നമ്മുടെ ഈ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ കയ്യിലൊന്നും ഉപയോഗിച്ച് ഒരുപാട് അങ്ങോട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഇതിൽ കിടന്ന് അങ്ങ് വെന്തോളും. ഇപ്പം നമ്മൾ മീൻ കഷ്ണം ചേർത്ത് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ മുകളിൽ നന്നായിട്ട് തെളിഞ്ഞ് കിടക്കുന്നുണ്ട്. മീൻ കഷ്ണങ്ങളും നമുക്ക് ആവശ്യമുള്ള പോലെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ ഒക്കെ ഒന്ന് കട്ടിയാവും കേട്ടോ. ഇത് നമ്മൾ കുറച്ച് സമയം ഒന്ന് ചൂടാറാനായിട്ട് വെക്കുന്ന സമയം കൊണ്ട് കുറച്ചുകൂടെ ഒക്കെ നമുക്കൊന്ന് കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഞാൻ ഈ കറി ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കുടുത മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തേക്കണേ.
അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബായ്.